അവൾ അതിന് എന്തു പറഞ്ഞെന്നോ? താര ഇറ്റ്സ് മീ എടുത്തു കളയട്ടെ. കളഞ്ഞു. വേറെ ആർക്കെങ്കിലും കൊടുക്കുന്ന മറുപടിയിൽ ഇനി തൂങ്ങരുതെന്ന് ഞാൻ 1000 തവണ പറഞ്ഞിട്ടുള്ളതാണ്. മറ്റാർക്കെങ്കിലും കൊടുക്കുന്നത് ഇതിനകത്ത് കുറേ ആളുകൾ വന്ന് എഴുതി വെക്കുന്നുണ്ട്. അതിനെ എടുത്ത് കളഞ്ഞു. ഇതുപോലെ കുറെ മരപ്പാഴുകളുണ്ട്. എല്ലെണ്ണത്തിനെ എടുത്ത് കളഞ്ഞാൽ മാത്രമേ എനിക്ക് ഇങ്ങോട്ട് സൗഹൃദത്തെ കിട്ടത്തുള്ളൂ. നല്ല സൗഹൃദങ്ങൾ മതി. അങ്ങനെ വേറൊരാൾക്ക് മറുപടി കൊടുക്കുമ്പോൾ അതിന്റെ വാലെ പിടിച്ച് തൂങ്ങുന്നതിനെയൊക്കെ എടുത്ത് കളയുക. അങ്ങനെ എടുത്ത് കളയുമ്പോൾ മാത്രമാണ് എനിക്ക് നല്ല സൗഹൃദങ്ങൾ കിട്ടുന്നത്. അത്തരത്തിലുള്ളതിനെയൊക്കെ അവോയ്ഡ് ചെയ്യണം. ഒറ്റയ്ക്ക് നിൽക്കുന്നവരെ കൂട്ടുകൂടണം. നമ്മൾ ഒറ്റയ്ക്ക് നിൽക്കുന്നവരെ അതാണ് വേണ്ടത്. അവൾ അതിനെന്തു പറഞ്ഞു എന്ന്. അപ്പൊ വേറെ ആരെയോ ഞാൻ എന്തോ പറഞ്ഞു, അതിന്റെ വാലെ പിടിച്ചു വന്നു. അപ്പൊ ആ ആളിനെ എന്ത് ചെയ്യണം? എടുത്തു കളയണം. ആ ആളിനെ എടുത്തു കളയണം. എടുത്തു കളഞ്ഞാൽ മാത്രമേ, ആളെ കൊണ്ടൊരു പ്രയോജനമില്ല. കളയുക. എനിക്ക് എന്തെങ്കിലും പ്രയോജനം വേണ്ടേ? അത്തരത്തിലുള്ള നാശങ്ങളെ എല്ലാത്തിനും എടുത്തു കളയണം. പല ആവർത്തി പറഞ്ഞിട്ടുണ്ട്. ഒന്നുകിൽ നേരിട്ട് വന്ന് സംസാരിക്കണം. നേരിട്ട് വരത്തില്ല, പേടിത്തോണ്ടരായിട്ട് അങ്ങിരിക്കും. നിങ്ങൾ തന്നെ ഒന്ന് ആലോചിച്ച് നോക്കൂ. നിങ്ങളിപ്പോൾ യൂട്യൂബിൽ വീഡിയോ കാണുന്നു. വീഡിയോ കാണുകയും കേൾക്കുകയും ചെയ്യുമ്പോഴേ ആൾക്കൂട്ടം എവിടെയുണ്ടോ അതായിരിക്കും നിങ്ങൾ ഇത്ര ആളും അനക്കവും ഒച്ചയും ബഹളവും ഒക്കെ ഉള്ളിടത്ത് നിന്ന് ഓരോ കാര്യങ്ങൾ ഇങ്ങനെ പ്ലേ ചെയ്ത് കേൾക്കാനായിരിക്കും നിങ്ങൾക്ക് താല്പര്യം, അല്ലേ? യൂട്യൂബും വാട്സപ്പും ഫേസ്ബുക്കും ഒക്കെ കാണുന്നുണ്ട്. വാർത്തകൾ കേൾക്കാനും കാണാനുമാണ് നിങ്ങൾ ആഗ്രഹിക്കുന്നത്, അല്ലേ? അല്ലാതെ ഒരാളുടെ ജീവിതം കാണാനോ ഒരാള് അവരുടെ ദുഃഖങ്ങളോ പ്രയാസങ്ങളോ ഇരുന്നോ പറയുന്നത് കാണാനും കേൾക്കാനും നിങ്ങൾക്ക് ഇഷ്ടപ്പെടുവോ? ഇല്ല. ഇപ്പൊ ഞാൻ തന്നെ എന്റെ ദുഃഖങ്ങളും പ്രയാസങ്ങളും ഒക്കെ ഇവിടെ ഇങ്ങനെ ഇരുന്ന് പറയുന്നത് കേൾക്കാനും കാണാനും നിങ്ങൾക്ക് ഇഷ്ടപ്പെടുവോ? ഞാൻ എത്രമാത്രം ദുഃഖം പറഞ്ഞാലും നിങ്ങൾ അപ്പോൾ ആ ദുഃഖിക്കട്ടെ എന്ന് പറഞ്ഞുകൊണ്ട് വീണ്ടും വീണ്ടും ദുഃഖപ്പെടുത്താനുള്ള കാര്യങ്ങൾ ചെയ്തുകൊണ്ടേയിരിക്കും. വീണ് കിടക്കുന്ന ഒരാളെ വീണ്ടും വീണ്ടും ചവിട്ടി താഴ്ത്തി അവരെ കൊല്ലാനാണ് നിങ്ങൾ നോക്കുന്നത്, അല്ലേ? കൂട്ടത്തോടു കൂടി കൊല്ലാനാണ് നോക്കുന്നത്. പക്ഷെ ഞാൻ അങ്ങനെയല്ല. അപ്പൊ ആ കൊല്ലാൻ നോക്കുമ്പോൾ നിങ്ങൾ അറിയുന്നില്ല അതൊരു വാർത്തയാകുമെന്ന്. അത് സമൂഹത്തിൽ ഒരു വാർത്തയായി വരും എന്ന് നിങ്ങൾ അപ്പോൾ ഓർക്കുന്നില്ല. ആ ഒരാള് പറയുന്നത് എന്താണെന്ന് മനസ്സിലാക്കാൻ കഴിയാതെ അവരെ കൂട്ടം ചേർന്ന് ആക്രമിക്കുകയും, യു ആർ കറക്റ്റ് എന്ന് പറയുന്നത്, കൂട്ടം ചേർന്ന് ആക്രമിക്കുകയും വാക്കുകൾ കൊണ്ട് ആക്രമിക്കുകയൊക്കെ ചെയ്യുമ്പോഴാണ് അതൊരു വാർത്തയായി വരുന്നത് എന്ന് നിങ്ങൾ അന്നേരം ആ നിമിഷം ഓർക്കത്തില്ല. ഇപ്പൊ യൂട്യൂബിൽ വീഡിയോ ഇടുവാണെങ്കിലും ഒക്കെ നിങ്ങൾ അന്നേരം ഓർക്കത്തില്ല. നിങ്ങൾ എന്ത് ചെയ്യും? എല്ലാരും ചെന്ന് എന്തെങ്കിലുമൊക്കെ ചെയ്യുമ്പോൾ അതുപോലെ നിങ്ങളും ചെന്ന് അത് തന്നെ കാട്ടിക്കൊണ്ടേയിരിക്കും. അതാണോ ഈ പൊതുസമൂഹത്ത് വാർത്തകളായിട്ട് വരുന്നത്. അപ്പൊ നമ്മൾ എന്ത് ചെയ്യണം? അത് മനസ്സിലാക്കണം. മനസ്സിലാക്കല്ല, അത് കണ്ടും കേട്ടും തിരിച്ചറിയണം. മനസ്സ് നിങ്ങൾക്കില്ല, അത് നഷ്ടപ്പെട്ടു പോയി. അത് തിരിച്ചറിയണം.